ഹലോ ഹായ് നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കരിയർ ബിൽഡിംഗ് അല്ലെങ്കിൽ ഇപ്പോൾ +2 പരീക്ഷ കഴിഞ്ഞ് എല്ലാ കുട്ടികളും പാരൻസും കൺഫ്യൂസ്ഡ് ആണ്. ഏത് കോഴ്സിലാണ് ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്, ഏത് കോഴ്സ് പഠിച്ചാലാണ് നല്ലൊരു ജോലി കിട്ടുന്നത്, എവിടെയാണ് പഠിക്കുന്നത്, ബാംഗ്ലൂർ ആണെങ്കിൽ ഏത് കോളേജാണ്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ സംസാരിക്കാനായിട്ട് പോകുന്നത് BCA അഡ്മിഷൻസിനെ പറ്റിയാണ്, അല്ലെങ്കിൽ BCA കോഴ്സ് ഡീറ്റെയിൽസ് മലയാളമാണ്. BCA കോഴ്സിന്റെ അഡ്മിഷൻസ് ഇൻ ബാംഗ്ലൂർ ആണ്. ബാംഗ്ലൂർ അഡ്മിഷൻ 2024 ഏതാണ് കോളേജ്, എങ്ങനെയാണ് കോളേജ് തിരഞ്ഞെടുക്കേണ്ടത്, ഒരു കോഴ്സ് തിരഞ്ഞെടുക്കേണ്ടത് എങ്ങനെയാണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാനായിട്ട് പോകുന്നത്. BCA കോഴ്സ് ഡീറ്റെയിൽസ് മലയാളം 2024 ആണ് നമ്മൾ പറയുന്നത്. ബാച്ചിലേഴ്സ് ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണ് നമ്മൾ ഏറ്റവും ബെസ്റ്റ് കോഴ്സാണ്. ഇനി ആർക്കൊക്കെ ഇത് പഠിക്കാൻ സാധിക്കുമെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ, കേരളത്തിലാണ് നിങ്ങൾ BCAക്ക് അഡ്മിഷൻ നോക്കുന്നതെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് സയൻസ് കഴിഞ്ഞിരിക്കണം, നിങ്ങൾക്ക് മാത്സ് വേണം, 50% മാർക്ക് വേണം. പക്ഷേ BCA പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ ആളുകൾ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ വരുന്നത് ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ്, വൊക്കേഷണൽ ഏരിയയിൽ നിന്നാണ്, VHSC മേഖലയിൽ നിന്നുള്ള കുട്ടികളാണ്. പക്ഷെ അവർക്കൊന്നും ഇവിടെ കേരളത്തിൽ പഠിക്കാനായിട്ട് സാധിക്കാറില്ല. അപ്പോൾ നമുക്കിവിടെ വളരെ എളുപ്പത്തിൽ തന്നെ ബെസ്റ്റ് കോളേജുകൾ ബാംഗ്ലൂരിൽ അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കും. ഇവിടെ താഴെ കിടക്കുന്ന ഈ ഒരു നമ്പർ ഉണ്ട്. നിങ്ങൾ ബാംഗ്ലൂരിൽ നഴ്സിംഗ് ആയിക്കോട്ടെ, BBA ആയിക്കോട്ടെ, MBA ആയിക്കോട്ടെ, BCA ആയിക്കോട്ടെ, BCom ആയിക്കോട്ടെ, ഏതൊരു മേഖലയിലും നിങ്ങൾ അഡ്മിഷൻ നോക്കുന്നുണ്ടെങ്കിൽ, പാരാമെഡിക്കൽ കോഴ്സസ്, അലൈഡ് സയൻസ്, MBBS, ഏത് ഹെൽപ്പിനും നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വിളിക്കാവുന്നതാണ്. നിങ്ങൾക്ക് അഡ്മിഷൻസ് വിത്തൗട്ട് എനി കമ്മീഷൻ ഡയറക്റ്റ് കോളേജിൽ തന്നെ നിങ്ങൾക്ക് വിളിച്ച് നിങ്ങളുടെ അഡ്മിഷൻസ് എടുക്കാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ഒരു കയ്യിൽ നിന്നും എക്സ്ട്രാ പണമോ ഒന്നും നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തില്ല. അപ്പോൾ നമ്മൾ BCAയിലേക്ക് തിരിച്ചു വരുമ്പോൾ, BCA ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന് ഏതൊക്കെ വിങ്ങുകളുണ്ട്? ഇന്റഗ്രേറ്റഡ് BCAs ഉണ്ട്. BCA വിത്ത് AI, BCA വിത്ത് സൈബർ സെക്യൂരിറ്റി, BCA വിത്ത് സൈബർ ഫോറൻസിക്സ്, BCA ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. അങ്ങനെ BCAക്ക് തന്നെ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഡിവിഡൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കും, നോർമൽ BCA ആണോ നല്ലത്, ഇന്റഗ്രേറ്റഡ് BCAs ആണോ? അപ്പോൾ ഞാൻ നിങ്ങളോട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ ഉറപ്പായിട്ട് തുറന്നു പറയും, BCA വിത്ത് AI അല്ലെങ്കിൽ BCA വിത്ത് സൈബർ സെക്യൂരിറ്റി, BCA വിത്ത് സൈബർ ഫോറൻസിക്സ്, ഇങ്ങനെയുള്ള ഇന്റഗ്രേഷൻസ് എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം എന്ന് പറയുന്നത്, നിങ്ങൾ നോർമൽ BCA പഠിച്ചു കഴിഞ്ഞ് നിങ്ങൾ ഏതെങ്കിലും ഒരു മേഖലയിൽ കൂടുതൽ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു ജോബ് ഓപ്പർച്യൂണിറ്റി വരുള്ളൂ. BCA പഠിച്ചാലും ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, എന്നാൽ ഇന്റഗ്രേറ്റഡ് BCAs പഠിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഒരു കരിയർ എലിജിബിലിറ്റീസ്, ഓപ്പർച്യൂണിറ്റീസ്, അതിനോടൊപ്പം തന്നെ ഈ പ്രോഗ്രാം പഠിച്ചു കഴിഞ്ഞാലുള്ള ജോലി സാധ്യതകൾ. ഇപ്പോൾ നിങ്ങൾ BCA പഠിക്കുകയാണ് എങ്കിൽ എന്തിന് BCA പഠിക്കണം, എന്തുകൊണ്ട് BCA എടുക്കണം? അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ജോബ് ഓപ്പർച്യൂണിറ്റീസ് തന്നെയാണ്. സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആവാം, ഹാർഡ്വെയർ എഞ്ചിനീയർ ആവാം, സിസ്റ്റം ഡിസൈനർ ആകാം, നെറ്റ്വർക്ക് എഞ്ചിനീയർ ആകാം, അതുപോലെ തന്നെ DBA ആകാം, സിസ്റ്റം അനലിസ്റ്റ് ആകാം. ഇങ്ങനെയൊക്കെയുള്ള മേഖലയിൽ ഒരുപാട് ജോലി സാധ്യതകളുണ്ട്. ഇനി നമ്മൾ AI മേഖലയിലേക്ക് വരുന്നു എന്ന് വെച്ചു, BCA വിത്ത് AI എടുക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ AI രംഗത്തേക്കുള്ള സാധ്യതകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്കിന്നറിയാം, ഇന്ന് എല്ലായിടത്തും നമ്മുടെ AI ഇന്റഗ്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗൂഗിൾ സെർച്ചുകളായിക്കോട്ടെ, വാട്സപ്പ് ചാറ്റ് ബോട്ടുകളായിക്കോട്ടെ, ടെലികോളർ ആയിക്കോട്ടെ, ഈവൻ ഫേസ്ബുക്ക്. അതിനോടൊപ്പം തന്നെ നമ്മുടെ സർക്കാർ കൊണ്ടുവന്ന AI മേഖലയിൽ വലിയ തരംഗം തന്നെയായിരുന്നു AI ക്യാമറകൾ. അപ്പോൾ ഈ ഒരു മേഖലയിൽ അത്രത്തോളം സാധ്യതകളുണ്ട്. 10ും +2ഉം പാസ്സായ 50% മാർക്കുള്ള ഏതൊരു കുട്ടിക്കും ബാംഗ്ലൂരിൽ BCA പഠിക്കാനായിട്ട് സാധിക്കും. അത് നിങ്ങൾ സയൻസ് വേണമെന്നില്ല, നിങ്ങൾ കൊമേഴ്സ് ആവണമെന്നില്ല, നിങ്ങൾക്ക് ഹ്യൂമാനിറ്റീസ് ആവണമെന്നില്ല. ഏതൊരു രംഗത്ത് നിന്നും, ഈ VHSC രംഗത്തു നിന്ന് വരുന്ന കുട്ടിക്ക് പോലും ബാംഗ്ലൂരിൽ BCA അഡ്മിഷൻ നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കും. കോഴ്സ് ഫീസുകളെ പറ്റി മറ്റുള്ള ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങളൊന്ന് കമന്റ് ചെയ്യാമെങ്കിൽ, അല്ലെങ്കിൽ ഈ നമ്പറിൽ വിളിക്കാമെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും. ഇനി സ്കോപ്പിനെ പറ്റി നമ്മൾ ചിന്തിക്കുകയാണ്. BCA പഠിച്ചു കഴിഞ്ഞാൽ സ്കോപ്പ് ഉണ്ടോ? തീർച്ചയായിട്ടും BCA പഠിച്ചു കഴിഞ്ഞാൽ അസാധ്യ മേഖലയിലേക്കുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇവിടെ കിടക്കുന്നത്. സിസ്റ്റം എഞ്ചിനീയർ, പ്രോഗ്രാമർ, വെബ് ഡെവലപ്പർ, സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ, സോഫ്റ്റ്വെയർ ഡെവലപ്പർ, ഇൻഫർമേഷൻ സിസ്റ്റം മാനേജർ, ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ, സെക്യൂരിറ്റി അനലിസ്റ്റ്, ഇങ്ങനെ AI ഡെവലപ്പർ, നെറ്റ്വർക്ക് എഞ്ചിനീയർ, മൊബൈൽ ആപ്പ് ഡെവലപ്പർ, സോഫ്റ്റ്വെയർ ഡെവലപ്പർ, ഡേറ്റാ അനലിറ്റിക്സ്, ഡേറ്റാ സയന്റിസ്റ്റ്, ക്ലൗഡ് ആർക്കിടെക്ട്, സൈബർ സെക്യൂരിറ്റി എക്സ്പേർട്ട്, വെബ് ഡെവലപ്പർ, ബ്ലോക്ക് ചെയിൻ ഡെവലപ്പർ, ഇങ്ങനെ എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കും. ഈവൻ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഗവൺമെന്റ് സെക്ടർ, പ്രൈവറ്റ് കമ്പനീസ്, പബ്ലിക് സെക്ടർ, അതുപോലെ തന്നെ ഫ്രീലാൻസിങ് ഈ മേഖലയിൽ സാധിക്കും. ഗവൺമെന്റ് മേഖലയിൽ എങ്ങനെ ജോലി കിട്ടുമെന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും, പ്രൊബേഷണറി ഓഫീസർ PO ആയിട്ട് കയറാം, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ SSC ജോബ്സ് വഴി നിങ്ങൾക്ക് കയറാം, ഇന്ത്യൻ ആർമി ടെക്നീഷ്യൻ ആയിട്ട് കയറാം, ഇന്ത്യൻ റെയിൽവേയിലുള്ള ജോലി സാധ്യതകളുണ്ട്, ISROയിൽ പോലും നിങ്ങൾക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇഷ്ടം പോലെയാണ്. ഇനി BCA പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെ മുന്നോട്ട് പഠിക്കാൻ സാധിക്കും? MBA എടുക്കാം, MTech എടുക്കാം, MSc എടുക്കാം, സോഫ്റ്റ്വെയർ പ്രൊഫഷണൽ പ്രോഗ്രാമിലേക്ക് പോകാം, കരിയർ ഇൻ എഡ്യൂക്കേഷൻ രംഗത്ത് പഠിപ്പിക്കാനായിട്ട് സാറായിട്ട് പോകാം. അതിനോടൊപ്പം തന്നെ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമും എഴുതാനായിട്ട് സാധിക്കും. അസിസ്റ്റന്റ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കയറാം, ബാങ്കിങ്, ഇൻഷുറൻസ് കോമ്പറ്റേറ്റീവ് എക്സാമുകൾ എഴുതാം, അഡ്മിനിസ്ട്രേറ്റീവ് സർവീസുകളിലേക്ക് പോകാം. അതുകൊണ്ട് തന്നെയാണ്
ദ ബെസ്റ്റ് കരിയർ ഓപ്പർച്യൂണിറ്റിയാണ് BCA. അല്ലെങ്കിൽ BCA പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ച കരിയർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് എനിക്ക് കണ്ണുമടച്ച് പറയാനായിട്ട് സാധിക്കും. നിങ്ങൾ കാണുന്ന ഒരു കുട്ടി ആയിക്കോട്ടെ, പാരന്റ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് ലോങ് നല്ലൊരു ഓപ്പർച്യൂണിറ്റി, നല്ലൊരു ജോബ് കിട്ടാൻ, നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ് മാൻ ആവാനും എങ്ങനെയൊക്കെ ഏതൊരു രംഗത്തിലും നിങ്ങൾക്ക് കടന്നു ചെല്ലാനായിട്ട് സാധിക്കും BCA പഠിച്ചാൽ. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, നെറ്റ്വർക്ക് എഞ്ചിനീയർ, ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ, ക്വാളിറ്റി അഷുറൻസ് എഞ്ചിനീയർ, ടെക്നിക്കൽ സപ്പോർട്ട് എഞ്ചിനീയർ, എത്തിക്കൽ ഹാക്കിംഗ് ഡെവലപ്പർ, അത് വെബ് ഡിസൈനർ, നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ, സിസ്റ്റം മാനേജർ, ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ, കമ്പ്യൂട്ടിംഗ് പ്രോഗ്രാമർ, സോഫ്റ്റ്വെയർ ഡെവലപ്പർ, SEO സ്പെഷ്യലിസ്റ്റ്, സോഫ്റ്റ്വെയർ ടെസ്റ്റർ, ഈ വക മേഖലകളിലൊക്കെ നിങ്ങൾക്ക് കടന്നു ചെല്ലാനായിട്ട് സാധിക്കും. ഇനി ബാംഗ്ലൂർ കോളേജുകളിൽ എന്തുകൊണ്ട് അഡ്മിഷൻ എടുക്കണം? ഞാൻ ഇന്ന് പറയാനായിട്ട് പോകുന്നത്, ബാംഗ്ലൂരിലെ ഏതൊരു കോളേജ് നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ആ കോളേജ് എത്ര കാലമായിട്ട് മുന്നോട്ടുണ്ട്, ആ കോളേജിലെ ജോബ് ഓപ്പർച്യൂണിറ്റീസ്, അവിടുത്തെ ഹോസ്റ്റൽ ഫെസിലിറ്റീസ്, മെസ്സ്, അവിടുത്തെ ക്യാമ്പസ് ഒക്കെ നമ്മൾ നോക്കേണ്ടതുണ്ട്. ഞാനപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് ആകാശ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്ന കഴിഞ്ഞ 20 വർഷത്തിലധികമായി പ്രവർത്തിച്ചു പോരുന്ന ദ ബെസ്റ്റ് കോളേജ് അല്ലെങ്കിൽ ബെസ്റ്റ് യൂണിവേഴ്സിറ്റി എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാനായിട്ട് സാധിക്കും. ക്യാമ്പസ് ഡ്രൈവുകൾ നടത്തി മലയാളി കുട്ടികളെ ഏറ്റവും കൂടുതൽ ടേക്ക് കെയർ ചെയ്യുന്ന അഡ്മിനിസ്ട്രേഷൻ വിങ്ങിൽ ഇഷ്ടം പോലെ മലയാളികൾ. അതുകൊണ്ട് തന്നെ മലയാളി കുട്ടികൾക്ക് ഏറ്റവും ബെസ്റ്റ് ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ആണ് അവർ നൽകുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഫ്രണ്ടുകൾ, നിങ്ങളൊരു 10 പേരുണ്ട്, നിങ്ങൾ ഫ്രണ്ട്സ് എല്ലാവർക്കും കൂടെ ഒരാൾക്ക് BCA വേണം, ഒരാൾക്ക് BBA വേണം, ഒരാൾക്ക് നഴ്സിംഗ് വേണം, ഒരാൾക്ക് BCom വേണം, ഒരാൾക്ക് അലൈഡ് സയൻസ് വേണം, ഒരാൾക്ക് പാരാമെഡിക്കൽ കോഴ്സ് വേണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേ ക്യാമ്പസിൽ ഒരേ റൂം ഷെയർ ചെയ്ത് പഠിക്കാനും സാധിക്കും. മാതാപിതാക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മാതാപിതാക്കൾ കാണുന്നതിൽ കുട്ടികൾ പറയേണ്ടത്, എനിക്ക് എൻ്റെ ഫ്രണ്ട്സുമായിട്ട് ഒന്നിച്ച് പഠിക്കാനായിട്ട് സാധിക്കും. പല കോഴ്സുകൾക്ക് നിങ്ങൾ പല കോളേജുകളിൽ പോകാതെ നിങ്ങൾക്ക് ഒരേ കോളേജിൽ ഒരേ ക്യാമ്പസിൽ ഇരുന്ന് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു രംഗത്ത് കഴിഞ്ഞ 20 വർഷത്തിലധികമായി പ്രവർത്തിച്ചു വരുന്ന ഒരു കോളേജ് ആയതുകൊണ്ട് തന്നെ എല്ലാ അഫിലിയേഷൻസും ഉണ്ട്, ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നത് നിങ്ങളെ അറിയിക്കുന്നുണ്ട്, ക്യാമ്പസ് ഡ്രൈവുകൾ നടക്കുന്നുണ്ട്. ഇനി ഇത് ബാംഗ്ലൂർ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാംഗ്ലൂർ സിറ്റിയിൽ നിന്ന് തിരക്കുകളിൽ നിന്ന് പുറത്ത് തന്നെയാണ്. ഏറ്റവും അടുത്ത് റെയിൽവേ സ്റ്റേഷൻസ് ഉണ്ട്, എയർപോർട്ട് ഉണ്ട്, ബസ് ഇറങ്ങി നിങ്ങൾക്ക് പോകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ മികച്ചൊരു കാര്യം തന്നെയാണ്. അതിനോടൊപ്പം തന്നെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളൊരു കോഴ്സുകളെല്ലാം നിങ്ങൾക്ക് അവിടെ പഠിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് കുട്ടികൾ പോയി കഴിഞ്ഞാൽ പാരൻസിന് വലിയ പ്രശ്നങ്ങളോ ടെൻഷൻസിൻ്റെ ആവശ്യമില്ല. കുട്ടികൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് സാധിക്കും, ഭാഷ പഠിക്കാൻ, നിങ്ങൾക്ക് സ്വിമ്മിംഗ് പൂള്, ബെസ്റ്റ് മെസ്സ്, നിങ്ങളുടെ മൊത്തത്തിലുള്ള ഓവറോൾ കരിയർ ഡെവലപ്മെന്റ് മാത്രമല്ല നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്തിന് വരെ അവർ അങ്ങേയറ്റം നിങ്ങളെ സഹായിക്കുമെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ തീർച്ചയായിട്ടും അതിനുള്ള അഡ്മിഷൻസ്, ബാംഗ്ലൂർ അഡ്മിഷൻ 2024 നോക്കുന്ന ഏതൊരു കുട്ടിക്കും ഈ താഴെ കിടക്കുന്ന നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ ഒരു ഇടനിലക്കാരുമില്ലാതെ നേരിട്ട് കോളേജ് അഡ്മിഷൻ നിങ്ങൾക്ക് ഉറപ്പാക്കാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഒരു കമ്മീഷൻ കൊടുക്കുകയോ ഒന്നും തന്നെ വേണ്ട. നിങ്ങൾക്ക് 4 ഇയർ ആണോ 3 ഇയർ ആണോ 5 ഇയർ കോഴ്സ് ആണോ, നിങ്ങൾ ഏതൊരു കോഴ്സ് എടുത്താലും കണ്ടിന്യൂസ്ലി നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും നൽകുന്ന ഒരു കോളേജാണ് ആകാശ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറ്റുള്ള ഡീറ്റെയിൽസ് അറിയാൻ താഴെ കിടക്കുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. അപ്പോൾ നമ്മളുടെ എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമന്റിലൂടെ ചോദിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അതിനോടൊപ്പം തന്നെ താഴെ കിടക്കുന്ന നമ്പറിൽ വിളിച്ചാൽ അവർ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇനി പുതിയ വീഡിയോ വരുന്നിടം വരെ ബൈ.